പേരാമ്പ്ര എരവട്ടൂരിൽ നിന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന് ബാലുശ്ശേരിയുടെ ജനപ്രതിനിധിയായി നിയമസഭയിലേക്ക് എത്തുകയാണ് VT സൂരജ്. അടിയുറച്ച രാഷ്ട്രീയ ബോധത്തോടൊപ്പം കുടുംബത്തിന്റെ പിന്തുണയും സൂരജിന് കരുത്തേകി. ഓലമേയുന്ന പണിക്കും കൃഷിപ്പണിക്ക് പോകുന്ന അച്ഛനും അമ്മയും. പേരാമ്പ്ര എരവട്ടൂർ വേട്ടുവർക്കണ്ടി തറമ്മൽ നാരായണന്റെയും പുഷ്പയുടെയും മകനായ സൂരജിന് സാധാരണക്കാരന്റെ കഷ്ടപ്പാടുകളും പട്ടിണിയും എന്താണെന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ബാലുശ്ശേരിയിലെ ജനങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ച ദൗത്യം വിശ്വാസത്തോടെ ചെയ്തു തീർക്കുമെന്ന് സൂരജ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സൂരജിന്റെ വീട്ടിൽ നിന്നും ആകാശ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്ക്. നമ്മളിപ്പോൾ ഉള്ളത് ബാലുശ്ശേരിയിലെ നിയുക്ത MLA VT സൂരജിന്റെ വീട്ടിലാണ്. കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ പ്രതീക്ഷിച്ചിരുന്നോ? ആദ്യം തന്നെ അച്ഛനോട് ചോദിക്കുക, പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു വിജയം? ബാലുശ്ശേരിയിൽ അവനെ സ്ഥാനാർത്ഥിയാക്കുന്നവരെ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതല്ല. അവനെ പ്രസ്ഥാനം ഒരു സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്താൽ തന്നെ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. ഇപ്പോൾ അവിടുന്ന് കിട്ടിയ ജനങ്ങളുടെ അംഗീകാരം അവനെ ഒരു MLA ആക്കിയതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ആ ഒരു കാലയളവ് എങ്ങനെയായിരുന്നു? വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇപ്പോൾ MLA ആയി നിൽക്കുകയാണ്. അതെങ്ങനെയായിരുന്നു ആ ചുവടുവയ്പ്പുകളെല്ലാം? ഒന്ന് ജവഹർ ബാലജനവേദി, കോൺഗ്രസിന് ഏറ്റവും കുട്ടികളുടെ സംഘടനയായ ജവഹർ ബാലജനവേദിയിൽ നമ്മളിവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള എല്ലാവരും വീട്ടിൽ കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി പിന്നീട് KSU സംഘടനാ പ്രവർത്തനം, നമുക്കൊരു ഇഷ്ടമുള്ള ഒരുപാട് നല്ല ബന്ധങ്ങളും നല്ല സൗഹൃദങ്ങളും, നമുക്ക് എവിടെ പോയാലും നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് KSUക്കാരുണ്ട്. അതിന്നും അതുണ്ട്. വല്ലാത്തൊരു ഹൃദയബന്ധം, ഒരു ഇമോഷനാണ് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം. എനിക്കല്ല എല്ലാ KSUക്കാർക്കും പരസ്പരം അങ്ങനെ ഒരു ഇമോഷനാണ് KSU. ഇപ്പോൾ KSU സംഘടനാ പ്രവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രതിസന്ധികളുടെ ഒരു നീണ്ട നേരം എപ്പോഴും നമുക്കുണ്ടാവും. അങ്ങനെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഓരോ സമയത്തും ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പേരാമ്പ്രയിലെ സംഘടനാ കാലത്ത് പ്രിയപ്പെട്ട എൻ്റെ അന്നത്തെ ഇപ്പോൾ ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റൊക്കെ ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് സുനന്ദേട്ടൻ, പിന്നീട് KSUവിന്റെ മുൻ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ദുൽഖിക്ക, പിന്നീട് എല്ലാ സമയത്തും ഇന്നും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പറയുന്ന ദിവസവും എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന നാദാപുരത്തിന്റെ MLA കൂടിയായിട്ടുള്ള ഈ ബാലുശ്ശേരി വിജയിക്കുമ്പോൾ എന്നെ ജില്ലയിലെ KSUക്കാരെയും എല്ലാം വലിയ സന്തോഷമുള്ളതാണ് പ്രിയപ്പെട്ട അഭിജിത്തേട്ടന്റെ വിജയം. അഭിജിത്തേട്ടനൊക്കെ എല്ലാ കാലത്തും നമ്മളെ ചേർത്ത് പിടിച്ച് ഇന്നും അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. ഇപ്പോൾ പേര് പറയാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരുടെ സ്നേഹവും പിന്തുണയും ഒക്കെ എല്ലാ ഘട്ടത്തിലും അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സംഘടനയിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടും നിൽക്കാൻ സാധിച്ചിട്ടുള്ളത്. വലിയ അവസരം തന്ന നാടാണ്. വല്ലാതെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചതാണ് ബാലുശ്ശേരിയെ. ആ സ്നേഹം എൻ്റെ പ്രവൃത്തിയിലൂടെ 10 മടങ്ങായി കൊടുത്തുകൊണ്ട് എൻ്റെ ജീവിതാവസാനം വരെ ബാലുശ്ശേരിയോട് കടപ്പെട്ടവനായി ഞാൻ ഉണ്ടാവും. അമ്മേ, DCC ഓഫീസിൽ എല്ലാ സമയത്തും ഉണ്ടാവുന്ന ഒരാളാ. വീട്ടിലേക്ക് വരാറുണ്ടോ? വീട്ടിലേക്ക് വരും, വല്ലപ്പോഴൊക്കെ വരും. 1 മണിക്ക് 2 മണി അങ്ങനെയൊക്കെയാണ്. അതിൽ നേരത്തെ ഒന്നും എത്തുന്ന പരിപാടിയില്ല. അമ്മ പ്രതീക്ഷിക്കുന്നു അത്ര ഒരു വലിയൊരു വിജയം? വിജയം ഞാൻ പ്രതീക്ഷിച്ചല്ല. പക്ഷേ വേറൊരു വഴിക്കും പോകില്ല. പാർട്ടീൻ്റെതല്ലാതെ മറ്റൊരു വഴിയിലേക്കും ഇന്നോളം പോയിട്ടില്ല. അതുകൊണ്ടൊരു പ്രതീക്ഷ ഉണ്ടാവും, നന്നാവുന്നു. എന്താ പറയാനുള്ളത് ചേട്ടന്റെ വിജയത്തിനെ കുറിച്ച്? ഏറെ അഭിമാനം. പിന്നെ ബാലുശ്ശേരിക്കാർ ജനങ്ങൾ അവനെ ഏറ്റെടുത്തതിൽ പിന്നെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് വേണ്ടി നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങളൊക്കെ വിനിയോഗിക്കാൻ പറ്റട്ടെ. എങ്ങനെയാണ് ഇനി പ്രവർത്തനം ബാലുശ്ശേരിയിലുണ്ടാവും. ബാലുശ്ശേരിയിൽ താമസം ഉണ്ടാവും. ബാലുശ്ശേരിയിൽ മുഴുവൻ സമയവും ബാലുശ്ശേരിയിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാവും. അതും വെറുവാക്കല്ല എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാലുശ്ശേരിയിൽ തന്നെയാണ് താമസം. അവിടെ ഉണ്ടാവാറുണ്ട്. നമ്മളെ വിളിക്കുന്ന നമ്മൾ അറിയുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെടാറുണ്ട്. അവിടുത്തെ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അവിടുത്തെ സങ്കടങ്ങളിൽ സന്തോഷങ്ങളിലൊക്കെ നിരന്തരമായി പങ്കെടുക്കുന്നു. ഇനിയും അങ്ങനെ തന്നെ തുടരും. അത് തന്നെയാണ് ഇനി ബാലുശ്ശേരിക്കാരെ കൂടെ ഒപ്പം VT സൂരജും ഉണ്ടാവും. കോഴിക്കോട് നിന്ന് ക്യാമറമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.